കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 103-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇത്രത്തോളം നമ്മളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായമാണ്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിൻ്റെ വിടവാങ്ങൽ ദൂതാണ്. 12 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളാണ് എഴുത്തുകാരൻ ഈ അധ്യായങ്ങളിൽ ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് 17-ാം അധ്യായത്തിലെ മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് അവസാനിക്കുന്നത്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 30 വാക്യങ്ങളിലാണ് കർത്താവ് ശിഷ്യന്മാരുമായി ഒരുമിച്ച് അന്ത്യ അത്താഴത്തിനിരിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ആ 30 വാക്യങ്ങളെ പഠനത്തിൻ്റെ സൗകര്യത്തിനായി നമ്മൾ 3ആയി തിരിച്ചിരുന്നു. ആദ്യത്തെ 11 വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു. അതിനുശേഷം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാൽ കഴുകുന്നതിൻ്റെ അർത്ഥം കർത്താവ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ താഴ്മയെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവേശുവിൻ്റെ മനോഭാവം നമ്മൾക്കുണ്ടാകണം എന്ന് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി. കർത്താവ് ദൈവത്തോട് ഉള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി. കർത്താവായ യേശുക്രിസ്തു പിതാവിനോട് തുല്യനാണ്. എന്നാൽ ആ പൊസിഷനിൽ നിന്ന് മനുഷ്യനായി കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനെന്ന നിലയിൽ കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക പൊസിഷനല്ല തിരഞ്ഞെടുത്തത്. ദാസനായി, ഒരു സെർവൻ്റായി, അല്പം കൂടെ പറഞ്ഞാൽ ഒരു അടിമയായി. പിന്നീട് ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചുവെന്നാണ്. അത്രമാത്രം കർത്താവ് തന്നെത്താൻ താഴ്ത്തി. ഈ താഴ്മയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഭക്തന്മാരിൽ വെളിപ്പെടേണ്ടത്. അത് നമുക്ക് വളരെ വലിയൊരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഒരാൾക്കും ഈ നിലയിൽ ഹ്യൂമിലിറ്റി, താഴ്മ വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ഭക്തന് മാത്രമേ അതുപോലെ തന്നെത്താൻ താഴ്ത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് കാല് കഴുകുന്ന ആ അനുഭവത്തെ കർത്താവ് വിശദീകരിക്കുന്നു. അതിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥമാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കർത്താവ് ചെയ്തതുപോലെ ശിഷ്യന്മാരും ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. അതിനുശേഷം 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന യൂദയെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യമാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ശ്രദ്ധ ഇന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 30 വരെയുള്ള വചനം. 21-ാം വാക്യത്തിലേക്ക്
നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട്, അതായത് 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ആളിൻ്റെ സൂചന കൊടുക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശു ഉള്ളം കലങ്ങി. ആ പ്രയോഗം ഇതിനോടകം നമ്മൾ കണ്ട പ്രയോഗമാണ്. കർത്താവ് ലാസർ മരിച്ച ശേഷം ബഥാനിയയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കിങ്ങനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അവൾ കരയുന്നതും അവളോടുകൂടി വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവിടെ നമുക്ക് ആ പ്രയോഗം കാണുവാൻ കഴിയും. ആ ട്രബിൾഡ് എന്നുള്ള, കലങ്ങി എന്നുള്ള വാക്ക് മൂലഭാഷയിൽ ടറാസോ എന്നൊരു പ്രയോഗമാണ്. സ്റ്റേർഡ്, അജിറ്റേറ്റഡ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബഥാനിയയിൽ കർത്താവ് വന്ന സമയത്ത് അവിടെ പ്രത്യാശയില്ലാതെ ആളുകൾ കരയുന്നത് കണ്ടിട്ടും പാപം നിമിത്തം മരണം താൻ സ്നേഹിച്ച ലാസറിനെ കവർന്നെടുത്ത ആ ഒരു അനുഭവമൊക്കെ കണ്ടിട്ട് തൻ്റെ ഉള്ളം കലങ്ങി. അതായത് അവിടുന്ന് വളരെ ശക്തമായി പാപത്തിൻ്റെ ആ ഒരു വല്ലാത്ത ഫലത്തോട് പ്രതികരിക്കുകയാണ്. പാപം നിമിത്തമാണ് മരണം ലോകത്തിൽ വന്നത്. ആ വിഷയത്തോട് കർത്താവ് പ്രതികരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. തൻ്റെ ഉള്ളം നൊന്ത് കലങ്ങുകയാണ്. അതുപോലെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? കർത്താവ് ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണ്. ക്രൂശിന്മേൽ മുഴു ലോകത്തിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് കയറുന്ന സമയത്ത് പിതാവാം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ കൂട്ടായ്മയ്ക്ക് വരുന്ന ആ ഒരു താൽക്കാലിക ഇടവേള കർത്താവിൻ്റെ ഉള്ളത്തെ കലക്കി. പാപം തൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. അത് നിമിത്തമുണ്ടാകുന്ന ആ ഒരു പ്രത്യേക അനുഭവത്തെ കർത്താവ് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിൻ്റെ ഉള്ളം കലങ്ങുകയാണ്. ഇവിടെ 21-ാം വാക്യത്തിൽ തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യൂദ പാപത്താൽ പിടിക്കപ്പെട്ട് നിരവധി അവസരങ്ങൾ യൂദയ്ക്ക് ലഭിച്ചിട്ടും മാനസാന്തരപ്പെടുവാൻ മനസ്സ് വയ്ക്കാതെ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കുന്ന ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഉള്ളം കലങ്ങുകയാണ്. തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ടുള്ള 12 പേരിൽ ഒരാൾ പാപത്താൽ ബന്ധിക്കപ്പെടുന്ന, പിശാചിൻ്റെ തന്ത്രത്തിന് കുരുങ്ങുന്ന ആ ഒരു പ്രത്യേക അനുഭവമാണ് കർത്താവിനെ വേദനിപ്പിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉള്ളം കലങ്ങി. പാപത്തോടുള്ള കർത്താവിൻ്റെ ആംഗ്വിഷാണ്. പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഇതുപോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ, അതിനോട് ദൈവം പ്രതികരിക്കുന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ്. ആ നിലയിലാണ് നമുക്ക് ഈ 21-ാം വാക്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു. യൂദ കാണിച്ചു കൊടുക്കുന്ന, തന്നെ ഒറ്റിക്കൊടുക്കുന്ന വിഷയമാണ് കർത്താവിനെ വേദനിപ്പിക്കുന്നത്. ഇതാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. 22-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ നോക്കി. കുറേ
നേരമായിട്ട് കർത്താവ് തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന ആളിനെക്കുറിച്ചുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ 11 പേർക്കും ഇതാരാണ് എന്ന് അവർക്കറിയത്തില്ല. ആ വാക്യം ദയവായി ശ്രദ്ധിക്കുക. ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സംശയത്തോടെ നോക്കുകയാണ്. ആരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നതെന്ന് അവർക്ക് വ്യക്തമല്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂദയുടെ കപടഭക്തി യൂദ നന്നായി മറച്ചിരുന്നു. ബാക്കി 11 പേർക്കും യൂദയെ ഒരു സംശയവുമില്ലാതെ വണ്ണം യൂദ ശരിക്കും അഭിനയിച്ചു. ലോകത്തിൽ ആരെ വേണമെങ്കിലും കളിപ്പിക്കാം, കർത്താവായ യേശുക്രിസ്തുവിനെ ആർക്കും കളിപ്പിക്കുവാൻ കഴിയുകയില്ല. 1 വർഷത്തിന് മുൻപ് തന്നെ കർത്താവ് യൂദ തന്നെ കാണിച്ചു കൊടുക്കും എന്നുള്ള മുന്നറിയിപ്പ് ശിഷ്യന്മാർക്ക് കൊടുത്തതാണ്. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ധാരാളം പ്രാവശ്യം 18 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ആ വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി ആർക്കും അക്കാര്യം മനസ്സിലാകുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 64-ാം വാക്യം, 70, 71-ാം വാക്യം, 13-ാം അധ്യായത്തിൻ്റെ 10, 11, 18 മുതലുള്ള വാക്യം, ഇവിടെയെല്ലാം കർത്താവ് പല ആവർത്തി ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് ആ വിഷയം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് വളരെ സർപ്രൈസ്ഡായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. സമവീക്ഷണ സുവിശേഷങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അവർ ദുഃഖിച്ചു, ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഒരാളാണ് എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. എന്നാൽ മർക്കോസ് വെളിപ്പെടുത്തുന്നത് അവർ ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. വേറൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 25-ാം വാക്യത്തിൽ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ ഞാനോ റബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. ബാക്കി 11 പേരും ഞാനോ ഞാനോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ യൂദയും ചോദിക്കുന്നുണ്ട്, ഞാനാണോ റബി? കർത്താവ് അവനോട് ആ മറുപടിയും പറഞ്ഞു, അതെ നീ തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ കർത്താവ് ആ പറഞ്ഞ മറുപടി ബാക്കിയുള്ളവർ കേട്ട് കാണുകയില്ല. അത്രയധികം യൂദ അഭിനയിച്ചു എന്ന് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ബാക്കിയുള്ള 11 പേർക്ക് ഒരു ക്ലൂവുമില്ല. അവരിൽ ഒരുവൻ യേശുവിനെ കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അവർ സ്റ്റണ്ടാണ്. ഇതാരാകാനാണ് സാധ്യത? ഒരിക്കലും പ്രധാനപ്പെട്ട ട്രഷററിൻ്റെ റോള് വഹിക്കുന്ന ജൂഡാസ് ആണ് ഈ ക്രിയ ചെയ്യാൻ പോകുന്നതെന്ന് അവരൊരിക്കലും വിചാരിച്ചില്ല. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി. കർത്താവിനോട് മാത്രമല്ല, അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടായി. ആരാണ് കർത്താവ് വെളിപ്പെടുത്തിയ ഈ ബീട്രയൽ ചെയ്യുവാൻ പോകുന്നത് എന്ന്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 22-ാം വാക്യമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 21-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഉള്ളം
കലങ്ങി. നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതാരെക്കുറിച്ച് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി. 23 നമുക്ക് പ്രവേശിക്കാം. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. യേശു സ്നേഹിച്ച ഒരുത്തൻ എന്ന ആ ഒരു പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ദ ബിലവഡ് ഡിസൈപ്പിൾ. പല ആവർത്തി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാം. അതാരാണ് എന്നതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വളരെയധികം തർക്കമുണ്ട്. ആ ഒരു വിവാദത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഇത് ഈ 4-ാമത്തെ സുവിശേഷം എഴുതിയ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെയാണെന്നാണ്. ആ ഒരു ചിന്തയിൽ നമുക്ക് നിൽക്കാം. മറ്റ് പല പണ്ഡിതന്മാർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മുടെ ഈ പഠനത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു തിയോളജിക്കൽ ആർഗ്യുമെൻ്റ് അല്ല നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുവാനായി താല്പര്യപ്പെടുന്നത്. ഇതിൽ അന്തർലീനമായി കിടക്കുന്ന ആത്മീക ദൂതുകൾ നമുക്ക് ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറുന്നത്. അപ്പോൾ 23-ാം വാക്യത്തിൽ ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. ഇത് ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കണം. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ യേശുവിൻ്റെ മാർവിടത്തിൽ ചാരിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 21-ാം വാക്യം മുതൽ ചിന്തിക്കുന്ന ഈ വിഷയമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട്. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടി യഹൂദന്മാരുടെ ആഹാരത്തിനിരിക്കുന്ന ക്രമീകരണത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ ആഹാരത്തിനിരിക്കുമ്പോൾ വളരെ ലോ ആയിട്ടുള്ള ടേബിളാണ്. ആ ടേബിളിൻ്റെ ചുറ്റിനും കൗച്ചുകളുണ്ട്. ഔത്തലാണ് യഹൂദന്മാർ റിക്ലൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താഴെ അവരിയ്ക്കുമ്പോൾ അവരുടെ കാലുകൾ പുറമോട്ടിട്ട് ഇടത്തെ കൈകൊണ്ട് ടേബിളിൽ ചാരി വലത്തെ കൈകൊണ്ട് ഫുഡ് എടുത്ത് കഴിക്കുന്ന ഒരു രീതിയാണ് യഹൂദന്മാർക്ക് പൊതുവെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർ പന്തിയിലിരിക്കുമ്പോൾ ഒരാൾ മറ്റേ ആളിൻ്റെ നെഞ്ചോട് ചേർന്നായിരിക്കും ഇരിക്കുവാൻ ഉള്ള സാധ്യത. ഈ പ്രത്യേക പന്തിയിലിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവാണ് അവരുടെ ഹോസ്റ്റ്. കർത്താവാണ് ടേബിളിൻ്റെ നടുക്കിരിക്കുന്നത്. കർത്താവിൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ശിഷ്യന്മാരുണ്ട്. വലത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടിരിക്കുന്നത് യോഹന്നാനാണ്. കർത്താവ് ഇങ്ങനെ റിക്ലൈൻ ചെയ്യുന്നു. യോഹന്നാനും വലത്തിരുന്ന് റിക്ലൈൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി യോഹന്നാൻ്റെ തല കർത്താവിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. അതാണ് നമ്മൾ 23-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ആ ഇരിപ്പിൻ്റെ ക്രമീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. 24-ാം വാക്യം, ശീമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിക്കുവാൻ പറഞ്ഞു. 24-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ ഇടത്തിരിക്കുന്നത് ശീമോൻ അല്ല. വേറെ ഒരു ഭാഗത്ത് നിന്നാണ് ശീമോൻ ആംഗ്യം കാട്ടിക്കൊണ്ട് കർത്താവ് ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് യോഹന്നാൻ കർത്താവിനോട് ചോദിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. 25-ാം വാക്യം, അവൻ യേശുവിൻ്റെ നെഞ്ചോട് ചാഞ്ഞ് കർത്താവേ അത് ആര് എന്ന് ചോദിച്ചു. 26-ാം വാക്യം, ഞാൻ അപ്പം കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു.
ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കർത്താവ് ടേബിളിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്, സെൻറ്ററിലിരിക്കുക. കർത്താവാണ് ഹോസ്റ്റ്. ഏറ്റവും തൊട്ടടുത്ത് മാറോട് ചേർന്നിരിക്കുന്നത് കർത്താവ് വളരെ സ്നേഹിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനാണ്. ഈ ഇരിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചാൽ ജൂഡസ് ആണ് കർത്താവിൻ്റെ ഇടത്തിരിക്കുന്നതെന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. പത്രോസ് അല്ല എന്നുള്ളത് 24-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ ആരാണ് എന്ന് വ്യക്തിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, അപ്പം കണ്ണത്തിൽ മുക്കുന്നവനാണെന്ന് പറഞ്ഞ് കണ്ണം മുക്കി തൊട്ടടുത്തിരിക്കുന്ന ആളിനാണ് കൊടുക്കുന്നത്. കർത്താവിൻ്റെ ഇടത്തുള്ള ആ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണഗതിയിൽ പന്തിയിലിരിക്കുമ്പോൾ ഹോസ്റ്റ് ഏറ്റവും തൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന് റിസർവ് ചെയ്യുന്ന സ്ഥലമാണ് ആ ഇടത്തെ ഭാഗം. യൂദയ്ക്കാണ് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ആവർത്തിച്ചാവർത്തിച്ച് കർത്താവ് ജൂഡസിന് പിന്നെയും പിന്നെയും അവസരങ്ങൾ കൊടുക്കുകയാണ്. നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്. പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യൂദയോടുള്ള ബന്ധത്തിൽ ജീസസ് ലവ്ഡ് ഹിം ടു ദി എൻഡ്. താനാണ് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് വളരെ നേരത്തെ തന്നെ കർത്താവിനുണ്ട്. എന്നിട്ടും ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന നിലയിൽ കർത്താവ് വിളിച്ച് ഏറ്റവും അടുത്ത് ഇരുത്തി കണ്ണം മുക്കി യൂദയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ 26-ാം വാക്യത്തിൽ ഞാൻ അപ്പം കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയാത്താവിൻ്റെ മകനായ യൂദയ്ക്ക് കൊടുത്തു. ഇവിടെയും അവരുടെ കൾച്ചറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുളിപ്പില്ലാത്ത ഒരപ്പക്കഷണം എടുത്ത് പ്രത്യേക നിലയിൽ ക്രമീകരിച്ച സോസിൽ മുക്കിയിട്ട് ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനാണ് സാധാരണഗതിയിൽ ആ നിലയിൽ കൊടുക്കുന്നത്. അങ്ങനെ കർത്താവ് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് യൂദസിന് ഇത് കൊടുക്കുമ്പോൾ പിന്നെയും യൂദസിനൊരവസരമാണ് താൻ ചെയ്യാൻ പോകുന്നതിൽ നിന്ന് പിൻവാങ്ങുവാൻ, മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരമാണ്. ഇതാണ് നമുക്ക് 23 മുതൽ 26 വരെയുള്ള ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാണ് അവരുടെ ഭക്ഷണത്തിന് ഇരിക്കുന്ന ആ ശൈലി ഞാൻ ദൈവമക്കളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തത്. ആ ശൈലി മനസ്സിലാകാതെ ഈ വാക്യങ്ങൾ ആഴത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയില്ല. പത്രോസ് യോഹന്നാനോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ വളരെ പ്രൈവറ്റായിട്ട് കർത്താവിനെ ആരാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, അപ്പം കണ്ണത്തിൽ മുക്കി ഞാൻ കൊടുക്കുന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് ഇത് യൂദയ്ക്ക് കൊടുക്കുകയാണ്. അടുത്ത വാക്യങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. 27-ാം വാക്യം, കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. നമുക്കറിയാം 13-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അത്താഴമായപ്പോൾ പിശാച് ശിമോൻ്റെ മകനായ യൂദ ഇസ്കറിയാത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിച്ചിരുന്നു. 2-ാം വാക്യത്തിൽ പിശാച് അവൻ്റെ ഉള്ളിൽ തോന്നലുകൾ, മനസ്സിൽ ചിന്തകളിട്ട് അവനെ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ 27-ാം വാക്യത്തിൽ വരുമ്പോൾ
സാത്താൻ അവനിൽ കടന്നു. പെട്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് യൂദസിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതിൻ്റെ 70-ാമത്തെ വാക്യം, യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതവൻ ശീമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ യൂദയെക്കുറിച്ച് പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറുകയാണ്. One among you is a devil. ഇവിടെ നമ്മൾ ഈ 27-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ വായിക്കുന്നത് സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ടോട്ടലി യൂദസിനെ കൺട്രോൾ ചെയ്യത്തക്കവണ്ണമുള്ള ഒരു സ്ഥിതിയിലേക്ക് യൂദ തൻ്റെ ഹൃദയത്തെ വിട്ടുകൊടുത്തു. പല ആവർത്തി കർത്താവ് ഈ പന്തിയിലിരിക്കുമ്പോഴും മറ്റ് പല ഇടങ്ങളിലും വാർണിങ്സ് അവന് കൊടുക്കുന്നുണ്ട്. അവൻ തീരുമാനിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള അവസരങ്ങൾ ധാരാളം യൂദസിന് കിട്ടിയിട്ടും അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. അവൻ്റെ ഹൃദയം മുഴുവനും പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ദൈവമക്കൾ അല്പം ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ചിന്തിക്കണം എന്ന് വളരെ താഴ്മയോടെ ദൈവസ്നേഹത്തിൽ ഞാൻ പറയുകയാണ്. യേശുവിന് ഏറ്റവും തൊട്ടടുത്തിരിക്കുമ്പോഴും പിശാചിന് ഇടം കൊടുക്കുവാൻ കഴിയും, പിശാച് പ്രവേശിക്കുവാനും കഴിയും. മറ്റൊരവസരത്തിൽ ഞാൻ യൂദസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാലും 1-2 കാര്യങ്ങൾ വേഗത്തിൽ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആരാണ് യൂദസിനെ തെരഞ്ഞെടുത്തത്? കർത്താവായ യേശുക്രിസ്തുവാണ്. അവനും അപ്പോസ്തോലൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മാനസാന്തരം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി. നമുക്കിങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുന്നത്. തുടക്കം നല്ലതായിരുന്നു, പക്ഷേ യാത്രയിൽ എവിടെയോ പണത്തിൻ്റെ കൊതി അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ആ വിഷയമാണ് ഈ വലിയ ദുരന്തത്തിൽ അവസാനിക്കുന്നത്. എത്ര ഭയങ്കരമാണ്! നമ്മൾ ചിന്തിച്ചാൽ ജൂഡസിനെ വാസ്തവത്തിൽ മനസ്സിലാക്കാൻ പാടാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ പ്രസംഗമെല്ലാം നേരിട്ട് കർത്താവിൽ നിന്ന് കേട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പരമ്പര കണ്ണിൻ്റെ മുൻപിൽ അവൻ കണ്ട് കുറച്ചെങ്കിലും അത്ഭുതങ്ങൾ അവനും കർത്താവ് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതാണ്. ഇങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി ആസ്വദിച്ച ഈ മനുഷ്യൻ ഈ നിലയിൽ യഹൂദ മതയനുസാരികരുമായി ടൈഅപ്പായി കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനമെടുത്തത് എത്ര ഭയങ്കരമാണ്! അപ്പം ഇതൊരു വലിയ വാർണിംഗ് ആണ് എല്ലാവർക്കും. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ബാഹ്യമായി എക്സ്റ്റേണലായി ഒത്തിരി ആത്മീക കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. ബാക്കി 11 പേരെയും യൂദസ് കബളിപ്പിച്ചു. ഒരുപാട് പേരെ ആളുകൾക്ക് കളിപ്പിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യു ക്യാൻ നെവർ ഫൂൾ ജീസസ് ക്രൈസ്റ്റ്. ഈ തൊട്ടടുത്തിരുന്ന് ഈ കണ്ണത്തിൽ മുക്കിയ ബ്രെഡും ഒക്കെ വാങ്ങുമ്പോൾ ഇവൻ്റെ മനസ്സ് ഉരുകാതെ കഠിനമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു പക്ഷെങ്കിൽ അവിടെ ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ, ഈ ഓണർ കിട്ടുമ്പോൾ കർത്താവ് ഇത് കൊടുക്കുന്ന ഒരു ചാൻസായി അവനത് മനസ്സിലാക്കാതെ ഇതാർക്കും എന്നെ മനസ്സിലായില്ലല്ലോ എന്നായിരിക്കാം ഒരു പക്ഷെങ്കിൽ അവൻ ചിന്തിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് നമുക്കൊരു വലിയ വാർണിംഗ് ആണ്. ഹൃദയം, നമ്മുടെ അകത്തെ മനുഷ്യൻ പൂർണ്ണമായി കർത്താവിനായി വിട്ടുകൊടുക്കുവാൻ ഈ ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ബാഹ്യമായ കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ കാണുന്നുള്ളൂ.
എന്നാൽ കർത്താവ് നമ്മുടെ ഉള്ളിനെ വ്യക്തമായി അറിയാം. 3 വർഷം കർത്താവിൻ്റെ കൂടെ നടന്ന യൂദ, തൊട്ടടുത്ത് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന യൂദ, കർത്താവിൻ്റെ ആ ടീമിൻ്റെ ട്രഷററായി പ്രവർത്തിച്ച യൂദ, മറ്റാളുകളുടെ നോട്ടത്തിൽ എക്സ്റ്റേണലായി വളരെ സ്പിരിച്വലായി അഭിനയിച്ചു. പക്ഷേ 27-ാം വാക്യം പറയുന്നത് സൈറ്റൻ ടു കൺട്രോൾ ഓഫ് ഹിം, സാത്താൻ അവനിൽ കടന്നു. എന്താ അതിൻ്റെ കാരണം? അവൻ്റെ ഹൃദയത്തെ സാത്താന് വിട്ടുകൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഉള്ളിൽ സാത്താന് പ്രവേശിക്കുവാൻ സാധ്യമല്ല. എപ്പോഴാണ് സാത്താൻ പ്രവേശിക്കുന്നത്? യേശുവിനെ എനിക്ക് വേണ്ട എന്ന ബോധപൂർവം യേശുവിനെ തള്ളിക്കളഞ്ഞ് ഹൃദയം പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ളവരിൽ സാത്താൻ പ്രവേശിക്കുന്നത്. അല്ലാതെ സാത്താൻ ഒരു ഭക്തനിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ദൈവമക്കളെ, വളരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതിനകത്തെ ദൂത് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമ്മൾ കഴിക്കണം. അനുദിനം കർത്താവിനോട് പറ്റിയിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. ജൂഡസ് ഒരു വലിയ വാർണിംഗ് ആയിട്ട് നിൽക്കുന്നു. നല്ല തുടക്കമായിരുന്നു, പക്ഷേ ഓട്ടക്കളത്തിൽ സ്റ്റംബിൾ ചെയ്തു, ഓട്ടം പൂർത്തീകരിച്ചില്ല. മറ്റ് 11 ശിഷ്യന്മാരും ഓട്ടം പൂർത്തീകരിച്ചു. യൂദസിനെ കുറിച്ച് പിന്നെയും നമ്മൾ 18-ാം അധ്യായത്തിലും ഒക്കെ നമുക്ക് പിന്നെയും കാണുവാനായിട്ട് കഴിയും. 17-ലും 18-ലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 27-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ദൈവമക്കൾ ശ്രദ്ധിക്കണം. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്ന് സാത്താൻ ടോട്ടൽ കൺട്രോൾ എടുത്തു. ഇനിയും ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. കർത്താവിനത് മനസ്സിലായി. ഇനി നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. ആ പോയിന്റ് വരെ ദർ വാസ് ഹോപ്പ്. പക്ഷേ യൂദസ് തന്നെത്താൻ കഠിനപ്പെടുത്തി പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന് ഇതെല്ലാം നന്നായി മനസ്സിലായി. കർത്താവ് പറയാണ്, ഓൾറെഡി നീ തീരുമാനിച്ച കാര്യങ്ങൾ, ഡു ഇറ്റ് സൂൺ. ഇവിടെയെല്ലാം നമ്മൾക്ക് കർത്താവിനെ കാണുമ്പോൾ ഹീ ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. കർത്താവിൻ്റെ നാഴികയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം കർത്താവിനുണ്ട്. ആ നാഴികയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവിനോട് പറയുകയാണ്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 28-ാം വാക്യം, എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ബിലവഡ് ഡിസൈപ്പിളായ യോഹന്നാനും അറിഞ്ഞില്ല. അത് ദൈവമക്കൾ ശ്രദ്ധിക്കണം. മാറോട് ചേർന്നിരുന്ന യോഹന്നാൻ കർത്താവിനോട് ചോദിച്ചതാണ്, ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്? കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി. ജൂഡസ് ആണെന്ന് വെളിപ്പെടുത്തി. പക്ഷെ യോഹന്നാന് പോലും ആ സംഭവം ഇപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഗ്രഹിച്ചില്ല. ആളിന്നതാണെന്ന് യോഹന്നാന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ബാക്കി ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വലത്തെ സൈഡിൽ മാറോട് ചേർന്ന് യോഹന്നാൻ ഇരിക്കുന്നു, ഇടത്തെ സൈഡിൽ ജൂഡസ് ഇരിക്കുന്നു. ഈ കോൺവെർസേഷൻ വളരെ പ്രൈവറ്റാണ്. ബാക്കിയുള്ള ശിഷ്യന്മാർ ഇത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് 28-ാം വാക്യം, എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ ആ വിഷയം ആരും അറിഞ്ഞില്ല. മറ്റൊരു ചിന്ത ഞാൻ പറയാം. അറിഞ്ഞതായിരുന്നെങ്കിൽ യൂദസ് ജീവനോട് അവിടുന്ന് പോകുവാൻ സാധ്യതയില്ല. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ പിടിക്കുവാൻ വന്ന
മൽക്കോസിൻ്റെ കാതറുത്തവനാണ് പത്രോസ്. അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഇന്നയാളാണ് നമ്മുടെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് മറ്റ് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ യൂദസ് നേരെ ചൊവ്വന് അവിടുന്ന് പോകുവാൻ സാധ്യതയില്ല. കർത്താവ് യോഹന്നാൻ്റെ ചോദ്യത്തിന് യൂദസിനെ വെളിപ്പെടുത്തുമ്പോഴും യൂദസിനെ മറ്റുള്ളവർക്ക് പരസ്യപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുമില്ല. അതുപോലെ യൂദസിനെ പരസ്യമായി എംബാരസ് ചെയ്യുവാനും കർത്താവ് ഉദ്ദേശിക്കുന്നുമില്ല. ഇവിടെയെല്ലാം കർത്താവിൻ്റെ സ്നേഹവും ആ ക്ഷമയുടെ ആഴവും നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. 29-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പണസഞ്ചി യൂദയുടെ പക്കൽ ആകുകയാൽ പെരുന്നാളിൽ വേണ്ടുന്നത് മേടിക്കുവാനോ ദരിദ്രർക്ക് വല്ലതും കൊടുക്കുവാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞത് യഹൂദന്മാരുടെ ഇടയിലൊരു പതിവുണ്ട്. പെസഹ ആചരിക്കുന്ന സമയത്ത് സാധുക്കളായുള്ള ആളുകൾ, പണമില്ലാത്തവർക്ക്, അവർക്കും പെസഹ ആചരിപ്പാനുള്ള പണം കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതി അവരുടെ ഇടയിലുണ്ട്. ഒരു പക്ഷെങ്കിൽ പണസഞ്ചി യൂദയുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് കർത്താവ് ആ നിലയിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതായിരിക്കുമെന്നാണ് പലരും ചിന്തിച്ചത്. കർത്താവ് പറഞ്ഞതിൻ്റെ ഗൗരവം അവർക്കാർക്കും മനസ്സിലായില്ല. 30-ാം വാക്യം. ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദസിന് മനസ്സിലായി ഹീസ് എക്സ്പോസ്ഡ്. ഇതുവരെ താൻ ചിന്തിച്ചത് ആർക്കും ഇതറിയത്തില്ലെന്നാണ്. ഇപ്പോൾ പരസ്യപ്പെടുത്തിയതായി യൂദസിന് ബോധ്യമായി. ഇനിയും അവിടെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്ത് ആളുകൾ കുറച്ച് വ്യക്തമായി കാര്യങ്ങളെ ബോധ്യമായാൽ തൻ്റെ പരിപാടികൾ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഖണ്ഡം വാങ്ങിച്ച ഉടൻ ഹി വെന്റ് ഔട്ട്. എന്നിട്ട് യോഹന്നാൻ ഒരു പ്രത്യേക കാര്യം 30-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ താൻ ആഡ് ചെയ്യാണ്. അപ്പോൾ രാത്രി ആയിരുന്നു. രണ്ടർത്ഥത്തിൽ അത് ചിന്തിക്കാം. തീർച്ചയായിട്ടും ഈ സംഭവം നടക്കുമ്പോൾ യെരുശലേമിൽ സൂര്യപ്രകാശമില്ലാതെ ഇറ്റ് ഈസ് നൈറ്റ്. അപ്പോൾ തന്നെ അതിന് വേറൊരർത്ഥമുണ്ട്, ഒരാത്മീയ അർത്ഥം. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ തഴഞ്ഞ് അവഗണിച്ച് ജൂഡസ് ഇരുട്ടിനെ തിരഞ്ഞെടുക്കുകയാണ്. ജോൺസ് ഗോസ്പലിലെ ഒരു പ്രധാനപ്പെട്ട തീമാണ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. ആ അർത്ഥത്തിൽ നമുക്ക് ആ 30-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. വെളിച്ചത്തിൽ ഇരിക്കുവാനുള്ള ആഹ്വാനം കർത്താവ് പല ആവർത്തി ഈ വചനങ്ങളിലൊക്കെ കൊടുത്തത് യൂദസ് കേട്ടിട്ടുണ്ട്. 12-ാം അധ്യായത്തിൽ, 8-ാമത്തെ അധ്യായത്തിൽ, ഇവിടെയെല്ലാം വെളിച്ചത്തിൽ നടക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും വെളിച്ചത്തിൻ്റെ മക്കളെക്കുറിച്ചും കർത്താവ് പറയുന്നത് യൂദസ് ശ്രദ്ധിച്ചതാണ്. മനഃപൂർവമായി വെളിച്ചത്തെ അവഗണിച്ച് ഇരുട്ട് താൻ തിരഞ്ഞെടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദസ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ ശിഷ്യനെ പിശാച് ഉപയോഗിച്ച ആയുധം എന്താണ്? പണക്കൊതിയാണ്. 30 വെള്ളിക്കാശിനാണ് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത്. അനേക ദൈവമക്കൾ ഇന്നും പരാജയപ്പെടുന്ന ഒരു മേഖലയാണത്. ശുശ്രൂഷ, കർത്താവുമായിട്ടുള്ള ബന്ധം, നിത്യത മുഴുവനും തകർന്നുപോയി. പണമാണ് അതിൻ്റെ കാരണം, പണത്തിൻ്റെ കൊതി. ഇത് ദൈവമക്കളൊരു വാണിംഗായി സ്വീകരിച്ചാൽ പണക്കൊതിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കും. പണക്കൊതിയാണ് ഈ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെ പരാജയപ്പെടുത്തിയത്. പിശാച്
ആ ഒരു അസ്ത്രമാണ് അവനെതിരെ പ്രയോഗിച്ചത്. അവനെ ബന്ധിച്ചത് ആ വിഷയത്തിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. പണത്തിൻ്റെ പ്രലോഭനങ്ങൾ, ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താൽ, കോംപ്രമൈസ് ചെയ്താൽ പണമുണ്ടാക്കാം എന്നുള്ള തെറ്റായ ചിന്തകളിൽ നിന്ന് ദൈവം എല്ലാവരെയും വിടുവിക്കട്ടെ. പലരും ഈ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത്. നോക്കിക്കേ, ഈ മനുഷ്യൻ എന്തൊരു ഭാവി ഉണ്ടായിരുന്നു, അത് മുഴുവനും തകിടം മറിഞ്ഞത് ഈ ഒരൊറ്റ വിഷയത്തിലാണ്. 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ദയവായി ദൈവമക്കൾ ചിന്തിക്കുവാനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം, ലൂക്കോസ് 22:6 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ 30-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണം വാങ്ങിയ ഉടനെ യൂദാസ് എഴുന്നേറ്റ് പോയി. എങ്ങോട്ടാണ് പോയത്? ഒരു പക്ഷെങ്കിൽ സെനദ്രി സംഘത്തിൻ്റെ അടുക്കലായിരിക്കാം അവൻ പോയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഓപ്പർച്യൂൺ മൂമെൻറ്റ്, മറ്റാളുകളൊന്നും ശ്രദ്ധിക്കാത്ത സമയത്ത് കർത്താവിനെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള സമയം അവരുമായി ചർച്ച ചെയ്യുവാൻ വേണ്ടി പോയി എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മറ്റൊരു വേദഭാഗം ലൂക്കോസ് 22:39 വാക്യം, അതുപോലെ യോഹന്നാൻ 18:2 കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഈ അത്താഴം കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത്? ഒലിവുമലയിൽ പോകുമെന്നും ഗത്സമനായിൽ താനായിരിക്കുമെന്നും ഒക്കെയുള്ള അറിവ് യൂദാസിനുണ്ട്. കർത്താവിൻ്റെ ചില രീതികളും പതിവിനെക്കുറിച്ചൊക്കെ യൂദാസിന് നന്നായി അറിയാം. ആ ഇൻഫർമേഷൻസ് എല്ലാം യഹൂദ മത അനുസാരികൾക്ക്, അധികാരികൾക്ക് യൂദാസ് കൊണ്ട് കൊടുക്കും. പിന്നീട് 18-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയും കർത്താവ് വളരെ കൺട്രോൾഡാണ്. യൂദാസിനെ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് ചില കാര്യങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം ഈ എപ്പിസോഡ് നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഒരു പ്രത്യേക വിഷയത്തിൽ ജീസസിനെ വളരെ അമേസിംഗ് ആയിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീസസിൻ്റെ ആ സ്വഭാവം ദൈവമക്കൾ ശ്രദ്ധിച്ചേ. ഏറ്റവും അവസാനത്തോളം യൂദയെ സ്നേഹിക്കുന്നു. യൂദാസ് കർത്താവിനെ ബീട്രേ ചെയ്യുമെന്നുള്ള നല്ല അറിവുണ്ടായിട്ടും ആ ഫ്രണ്ട്ഷിപ്പ് കർത്താവ് മാറ്റിയില്ല. ഏറ്റവും അവസാനം വരെ യൂദാസിന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കർത്താവ് ഒരുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിലെ ഏറ്റവും അവസാന ഭാഗത്ത് യൂദാസ് തന്നെത്താൻ കഠിനപ്പെടുത്തി പിശാചിന് ഇടം കൊടുത്ത് പിശാച് തന്നിൽ പ്രവേശിക്കുമ്പോഴാണ് കർത്താവ് പിന്നീട് പറയുന്നത് ചെയ്യാനുള്ളത് വേഗത്തിൽ ചെന്ന് ചെയ്യുക എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഈ സ്വഭാവം ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ അനുഗമിക്കുന്ന ദൈവമക്കളിലും ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അനുദിനം കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ നിലയിൽ നിങ്ങൾക്കും എനിക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അടുത്ത്, ഏറ്റവും ബന്ധത്തിൽ നിൽക്കുന്ന, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നവർ എതിരായി കടന്നു വരുമ്പോൾ നമ്മുടെ പ്രതികരണം പലപ്പോഴും എങ്ങനെയാണ്? പലപ്പോഴും നമുക്കത് ടോളറേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കുടുംബ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാം. എത്രയോ ഡിവോഴ്സുകളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. എന്താ കാര്യം? വളരെ സ്നേഹിച്ചവർ എതിരെ വരികയാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ചിലത് സഹിക്കുവാൻ, സമയം കൊടുക്കുവാൻ, അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊടുക്കുവാൻ, ആളിനെ തിരുത്തുവാനുള്ള സ്നേഹത്തിലുള്ള ശ്രമങ്ങൾ കർത്താവ് കൊടുത്തതുപോലെ വളരെയധികം നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമുക്ക് വിപരീതമായി വരുമ്പോൾ ആ നിലയിൽ അവരോട് പെരുമാറാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പൂർത്തീകരിക്കുന്നത്. ആദ്യത്തെ 11 വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകി എന്ന് പറയുമ്പോൾ ഈ യൂദസിൻ്റെയും കാൽ കർത്താവ് കഴുകി. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ താഴ്മയെക്കുറിച്ചുള്ള പാഠം കർത്താവ് അതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നു. 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ജൂഡസ് എക്സ്പോസ്ഡ് ആകുന്നു. എന്നിട്ട് ഫൈനലായി കർത്താവിൻ്റെ ആ സംഘം വിട്ട് അവൻ്റെ പണി ചെയ്യുവാനായിട്ട് പോകുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഏവരെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ. കളങ്കമില്ലാത്ത ജീവിതം ഈ ലോകത്തിൽ നയിച്ച് കർത്താവിൻ്റെ സമയത്ത് നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. മേ ഗോഡ് ബ്ലസ് യു.